അമൂല്യരത്നങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് പവിഴം. ഇതിൻ്റെ ലഭ്യത എങ്ങനെയാണ്? ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ്. ജെംസ് വേൾഡ്. ജെംസ് വേൾഡ് ആരംഭിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് ആണ്. സാർ, നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ആഴ്ച പവിഴത്തെക്കുറിച്ചാണ്. ഇത് ഈ കടലിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് സാർ പറഞ്ഞു. അത് ധാരാളമായിട്ട് അപ്പം അവൈലബിൾ ആണോ? ധാരാളമായിട്ട് കടലിനടിയിൽ ഉണ്ടാകുന്നതിലും ഇപ്പൊ നമുക്ക് അതിന് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അല്ല, എക്കോസിസ്റ്റം പോവല്ലേ, എക്കോസിസ്റ്റം പോകുന്നതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്റ്റഡ്. ഒരു 3-4 വർഷം മുമ്പ് കുറച്ച് ഒന്ന് ഷോർട്ടേജ് ആയിരുന്നു ഇത്. കോറൽസിന് കടലിൻ്റെ ഒരു വലിയൊരു വിഭവമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. മുത്തും പവിഴും അങ്ങനെ തന്നെ എപ്പോഴും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത് മാർക്കറ്റിൽ ധാരാളം ലഭിക്കുമെന്ന് ചോദിച്ചാൽ ധാരാളം ലഭിക്കുന്നുണ്ട്. പൗഡർ മിക്സ്ഡ് ആയിട്ടുള്ള കോറൽസാണ് കിട്ടുന്നത്. എല്ലാത്തിനും നല്ല സാധനം വരുമ്പോൾ അതിനൊരു ജെനുവിൻ അല്ലാത്തത് അതെങ്ങനെ ജെനുവിൻ ഇല്ലാത്തത് എന്താണ്? പൗഡർ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വലിയ മത്സ്യങ്ങളുടെയും അല്ലെങ്കിൽ വലിയ നമുക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ അസ്ഥി ബോൺസ് പൊടിച്ചിട്ട് കോറലിൻ്റെ പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് മാർക്കറ്റിൽ വരുമോ. ഇതിൽ കാൽസ്യമാണ് ഇതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ എന്ന് വെച്ചാൽ പൗഡർ മിക്സ്ഡ് കോറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇറ്റാലിയൻ കോറൽസോ ജാപ്പനീസ് കോറൽസിൻ്റെയോ പകുതി വിലയില്ല. അത് പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. രാജ്യങ്ങളുടെ പേരല്ല പറയുന്നത്, പല രാജ്യങ്ങളിൽ നിന്നും അത് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ ഈ വക കല്ലുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ മുഴുവനുള്ളത്. ഈ പൗഡർ മിക്സ്ഡ് ആയിട്ടുള്ള കല്ലുകൾ. മറ്റേത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ നല്ല കല്ല് വയ്ക്കുമ്പോൾ സാർ വില വ്യത്യാസം ഉണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ മാർക്കറ്റിൽ മറ്റേത് കിട്ടുന്നത് കണ്ടാൽ നമുക്ക് രണ്ടും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാനേ പറ്റത്തില്ല. കോറൽസ് എങ്ങനെ തിരിച്ചറിയും? പവിഴം തിരിച്ചറിയണമെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അത് തേയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. തേയുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥ പവിഴമാണ്. ഇതാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി. പേൾസും കോറൽസിൻ്റെയും നല്ലതാണോ എന്നറിയാൻ അത് തേയ്മാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. കാരണം ഇപ്പോൾ ധരിക്കുന്ന ആൾക്കാർക്ക്, വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരും. പക്ഷേ ഇത് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തേയുന്നത് ലൂസാകുന്ന അകത്ത് കിടന്നിട്ട് ഇത് കൊള്ളാത്ത ഒരു മോശം കോറലാണോ എന്ന് സംശയത്തിൽ ഒരുപാട് പേര് വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുത്തോണ്ടായിരിക്കുന്നു. ഇത് ശരിക്കും നവരത്നത്തിൽ പെടുന്നത് തന്നെയാണ്. അത് തന്നെയല്ല. പിന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നവഗ്രഹങ്ങളിൽ പെടുന്ന ആണല്ലോ. ചൊവ്വ പ്രധാന ഒരു കഥാപാത്രമാണിത്. നല്ല ചൊവ്വ ഒരാളുടെ ചാർട്ടിൽ നിന്നാൽ അയാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ, മിക്ക പോലീസ് ഓഫീസേഴ്സിൻ്റെയും ചാർട്ട് ഞാൻ ചെക്ക് ചെയ്ത് നിന്ന് അവർക്കെല്ലാം ഒരു നല്ലൊരു പോലീസ് ഓഫീസറാണെന്ന് കണ്ടാൽ ബർത്ത് ചാർട്ട് ഇല്ലയെന്ന് തന്നെ വിചാരിക്കുക. കോറൽസ് കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ചൊവ്വയാണ് നാട് കാക്കുന്ന സേനാധിപനാണ്, രാജാവല്ല. ഒരു സേനാധിപൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ യുദ്ധം അല്ല ശത്രുക്കൾ വരുന്നെങ്കിൽ രാജാവിനോട് ചോദിക്കാൻ പോലും നിൽക്കത്തില്ല, പോയി ഷൂട്ട് ചെയ്യും അല്ലേ എന്ന് പറഞ്ഞതുപോലെ ചൊവ്വ അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോക്ക് പിടിക്കുന്ന ആളാണ്. അത് രാജ്യത്തിൻ്റെ അല്ല ബർത്ത് ചാർട്ടിൽ നല്ല പോസ്റ്റിലാണെങ്കിൽ നല്ല ഓഫീസറായിരിക്കും, വളരെ മോശമായിട്ടാണെങ്കിൽ രാജ്യത്തിനെതിരെയും തോക്ക് പിടിക്കും. ഇത് നമുക്കൊരാൾ ബർത്ത് ചാർട്ട് കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പവിഴം ധരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും മറ്റ് കല്ലുകൾ പോലല്ല, പവിഴം ധരിക്കുമ്പോൾ നമുക്ക് വളരെ അധികം നോളജ് ഇതിനകത്തുള്ള ആൾക്കാരെ കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ പവിഴം വാങ്ങി ധരിക്കാവുള്ളൂ. ഒരു കാര്യം കൂടി, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു വെൺപവിഴം ചെമ്പവിഴം എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടിനും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുണ്ട്. കോറൽസിനകത്ത് രണ്ടിനകത്ത് കാൽഷ്യമാണ്. പക്ഷേ മറ്റേ വൈറ്റ് കോറൽസ് അത്രയും ഒരു റോങ് എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. കുറച്ച് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റുമായിട്ട് അതിനൊരു കണക്ഷൻ വരുന്നുണ്ട്, ആ വൈറ്റ്നെസ്. ഇതാ റെഡ് എന്ന് പറയുമ്പോൾ ചെമ്പവിഴം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ചൊവ്വയുടെ കളറ് തന്നെ അതാ, ചൊവ്വയുടെ ഒരു കോസ്മിക് കളർ തന്നെ റെഡാണ്. അപ്പോൾ അതുമായിട്ട് കറക്റ്റായിട്ട് ഉള്ളതാണ് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എല്ലാ രത്നങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് രത്നം നിങ്ങൾ ധരിക്കുന്നോ അത് ഏത് ഗ്രഹമായിട്ടാണ് കണക്റ്റഡ്, അത് നമ്മുടെ ബോഡിയിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കൂടുതൽ വിശദാംശങ്ങളായിട്ട് കാണാം. നമസ്കാരം.